നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ചുവടുവെച്ച നടിയാണ് പാർവതി തിരുവോത്ത്. പിന്നീട് സിനിമകൾ കുറഞ്ഞെങ്കിലും വൻ തിരിച്ചുവരവ് തന്നെയാണ് നടി നടത്തിയത്. വുമൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒട്ടനവധി സിനിമകളിൽ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് പാർവതി ഞെട്ടിച്ചു. ഒടുവിൽ അഭിനയ മികവിന് സംസ്ഥാന അവാർഡും പാർവതി കരസ്ഥമാക്കി. പല കാര്യങ്ങളിലും തന്റെ നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത പാർവതിക്ക് വിമർശനങ്ങളും പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനോടൊന്നും മുഖം കൊടുക്കാൻ താരം തയ്യാറായിരുന്നില്ല. ഇപ്പോഴിതാ താൻ നേരിട്ട മാനസിക സംഘർഷത്തെക്കുറിച്ച് പറയുകയാണ് പാർവതി. ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ കുഴഞ്ഞു വീണു. ഉടനെ എന്നെ ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. അന്ന് ആദ്യമായി എൻ്റെ ശരീരം സൂചന നൽകുകയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലൊതുക്കുന്നുണ്ടെന്ന്. ശരീരത്തിന് അത് എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് സൂചന. മനസ്സ് ശരിയല്ലെങ്കിൽ ശരീരം നിലനിർത്തുന്നത് പ്രയാസമാണ്. അവിടുന്ന് സൈക്കോസമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി. അന്ന് ഡോക്ടറിനടുത്ത് കൊണ്ടുപോയപ്പോൾ എനിക്ക് നെഞ്ചിനുള്ളിൽ ഭയങ്കര വേദനയായിരുന്നു. ശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണോ അറിയില്ല എന്നാണോ പറയുന്നതെന്ന്. അതെൻ്റെ ജീവിതം മാറ്റിമറിച്ചു. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു തരേണ്ടി വന്നു. 2014 ഇത് നടക്കുന്നത്. ഞാൻ ഷോക്കായിപ്പോയി. സഹോദരന് കാര്യങ്ങൾ അറിയാമായിരുന്നു. മാതാപിതാക്കൾ അറിയാൻ കുറച്ച് വൈകി. എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങി. കാരണം ഉത്തരം എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നും ദേഹത്ത് വേദന വരുന്നുണ്ടെന്നും അറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ ദേഹത്ത് വേദനയില്ല. ഓരോ സിനിമകൾ കഴിയും തോറും പ്രശ്നങ്ങൾ സംഭവിക്കും തോറും ഇത് കൂടി വന്നു. മാനസികാരോഗ്യത്തിന് തെറാപ്പി വളരെയധികം സഹായിച്ചു. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കും പോലെ അടുത്ത സുഹൃത്തിന് നമ്മൾ കൊടുക്കുന്ന കരുതൽ പോലെ എന്തുകൊണ്ട് നമ്മൾ നമ്മോട് ആ സ്നേഹം കാണിക്കുന്നില്ലെന്ന് പാർവതി ചോദിക്കുകയാണ്. ശത്രുക്കളോട് പോലും നമ്മൾ ക്ഷമിക്കുമായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുന്നില്ലെന്നും പാർവതി പറയുകയാണ്.